എന്നിട്ട് ഞാനാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ട്രക്ക് എടുത്തിട്ടാണ്. ട്രക്ക് പറഞ്ഞാൽ മറ്റേ സാധനം നമ്മളിവിടെ സാധാരണ ഇന്ത്യയിലൊക്കെ കണ്ടുപോയിട്ട് ഒരു ട്രക്ക് എടുത്തിട്ട് കണ്ടില്ലേ. ഇത് നമ്മുടെ ഗെയിമിൽ IBD3D ആപ്പ് തന്നെ പുതിയൊരു അപ്ഡേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഈ ട്രക്ക് കിട്ടാത്തവർക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എടുക്കുന്നത്. ഈ ട്രക്ക് ഈ കോഡ് 27 ആണ്. അപ്പോൾ സാധാരണ 27 അടിക്കുമ്പോൾ കിട്ടൂല. കാരണം ഈ ട്രക്ക് IBD3D അവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഇൻ്റർനെറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇവിടെ കളി കണ്ടില്ല, ഒരുപാട് നോക്കുന്നുണ്ട്, അതിനൊന്നും പറ്റുന്നില്ല. ഇല്ലേ അങ്ങനെ ഒരു കിറ്റുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഒമിനെ എങ്ങനെ എടുക്കലും ട്വിസ്റ്റ് എങ്ങനെ എടുക്കലും ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ ട്രക്ക് എങ്ങനെ എടുക്കലും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് IBD3D പ്ലഗിൻ ആപ്പ് ഉണ്ടാവും, ഇത് ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു IBD3D പ്ലഗിൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും വെഹിക്കിൾസ് കൊടുത്താൽ ആനിമൽസിൻ്റെ സീറ്റ് കോഡ്സ് ഉണ്ട്, രാജേഷ് മോഡ് എന്ന് പറഞ്ഞാൽ ചലഞ്ച് മോഡുകൾ കേട്ടോ. പിന്നെ പ്ലെയർ മോഡുകളുണ്ട്, പിന്നെ ചലഞ്ച് മോഡുണ്ട്, അതേപോലെ ടെക്സ്ചർ മാറ്റാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഒമിനോ ആണ്. ഒമിനോ ഇങ്ങനെ എടുക്കൽ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്രക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ട്രക്കിനവിടെ സെലക്ട് അടിയുള്ള സെലക്ട് നിൽക്കുക. സെലക്ട് നോക്കിയിട്ട് നിങ്ങൾ നേരെ ഗെയിമിൽ പോവുക. ഗെയിമിൽ പോയിട്ട് അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് കയറി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പ്ലീസ് ചെയ്ത് കാണിക്കും. കുറച്ചൊക്കെ കഴിയുമ്പോൾ കണ്ടില്ലേ ഫയൽ ലോഡ് എന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ് ഒന്നും കൂടി പ്ലേ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 27 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ട്രക്ക് കിട്ടും, 27 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ട്രക്ക് കിട്ടണ കാര്യം. അത് സാധാരണ നമ്മൾ ഗെയിമിലുള്ള 12 കളിക്കുമ്പോൾ വരുന്ന ട്രക്കല്ല, നല്ല അടിപൊളി ട്രക്കാണ്. ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ വേറെയും കുറേ ട്രക്കുകൾ, വേറെ കുറേ ട്രക്കുകളല്ല, വേറെ 2 ട്രക്കിൻ്റെ ഇനിയുണ്ട്. ഇതടിക്കുമ്പോൾ ഇത് വെച്ചിട്ട് ഇരുന്നിട്ട് വരികയാണ് ഈ ട്രക്ക് കിട്ടും. ഈ GTA 5 സിറ്റി മോഡ് ആണെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യും, ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ഇടുന്നത് കാരണം. അപ്പോൾ നമുക്ക് ഷിൻജാനൊക്കെ അതിന് വന്നിങ്ങനെ ഷിൻജാൻ കണ്ടില്ലേ, ഷിൻജാനൊക്കെ വന്നിങ്ങനെ നമുക്ക് ഷിൻജാനെ നമുക്ക് കളിക്കാൻ പറ്റും. ഷിൻജാനെ ഇടിച്ച ഷിൻജാൻ നമ്മൾ തിരിച്ചടിക്കാൻ വരും, അത് ഷിൻജാൻ്റെ പ്രശ്നം. ഇത് നമ്മൾ വള്ളത്തിൽ ചാടിയ ഷിൻജാന് ചാടും കേട്ടോ, പക്ഷെ ഷിൻജാനക്ക് നീന്താൻ അറിയില്ല, അതാണ് പ്രശ്നം. അപ്പം ഞാൻ ഇവിടെ വേറെ വണ്ടി ഇനി നമ്മൾ പ്ലഗിൻ ആപ്പിൽ നിങ്ങൾ വേറെ എടുക്കാൻ നോക്കുമ്പോൾ പറ്റില്ല. കാരണം നമ്മളിവിടെ ഈ ഒരു എന്താ പറയുക 3 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ കളിക്കുന്ന ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സാധനം ഇങ്ങോട്ട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രക്ക് എടുക്കൽ. ഓക്കെ, ഇനി വേറെ കുറേ വണ്ടികൾ നമുക്ക് എടുക്കാൻ പറ്റും, അത് വേറെ കുറേ ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും 3 മിനിറ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒമിനോ തന്നെ വിളിക്കും. അപ്പോൾ ടൈം കഴിഞ്ഞതിന് ശേഷം ടൈം കഴിയാതെ പോയിട്ട് ഒരിക്കലും ഇത് പിന്നെയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ പ്ലഗിനകത്തോട്ടൊക്കെ വരിക. ഇവിടെ എനിക്കിപ്പോൾ ഒമിനോ എടുക്കാൻ ഇഷ്ടം വെച്ചാൽ ഞാൻ ഒമിനോ എടുക്കണില്ല, വേറെ ചലഞ്ച് മോഡിൽ വേറെ ഒന്നും എടുക്കാനുള്ള കാര്യങ്ങൾ എല്ലാം വേണ്ട ഒമിനോ എടുക്കും. അപ്പോൾ ഞാൻ ഒമിനോ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ കൊണ്ട് ഇൻ്റർനെറ്റിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഗെയിമിൽ കയറി ഇൻ്റർനെറ്റ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, ഇൻ്റർനെറ്റിൽ പോയി പേസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ 7 അടിച്ച ഒമിനോ വരും. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടെ 7 അടിച്ച് വെക്കുകയാണെങ്കിൽ ഒമിനോ വരും. അതിന് ഡയറക്റ്റ് പോയി ഞാൻ അടിച്ചത് ഒമിനോ കിട്ടും. കണ്ടില്ലേ, ഇതുവരെ മോഡിഫിക്കേഷൻ മോഡും വന്നങ്ങനെ. ഇനി അടുത്ത അപ്ഡേഷനിലേക്കാണ് മോഡിഫിക്കേഷൻ്റെ മോഡ് കയറില്ല. ഇപ്പം നമുക്ക് ടയർ മാത്രമേ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചില വണ്ടികൾ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ ടയർ വലുതാക്കാനൊക്കെ പറ്റുന്ന മോഡിഫിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ ഈ ചില വണ്ടിയിലൊക്കെ
സെൻറ്ററിലൊക്കെ നമ്മൾ ഈ പ്ലഗിൻ ആപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വണ്ടിക്കും അത് പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിതാ ഇപ്പം ഇവിടെ കണ്ട് ഒന്നിനെടുത്തിട്ടാണ് ഒന്നിനെടുത്തിങ്ങനെ ഇതേമാതിരി കുറേ അപ്ഡേഷൻസ് ഇതിൽ ഇനിയും വന്നിങ്ങനെ കുറേ വീഡിയോകൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിങ്ങനെ വണ്ടിയിൽ ഇത് പിന്നെ ഞങ്ങൾ അപ്ഡേഷൻ ഞാൻ കൊടുത്തതാണ്. പിന്നെ അതേമാതിരി മൈക്കിളിൻ്റെ ഹൗസൊക്കെ വന്നിങ്ങനെ ഗെയിമൊക്കെ ഫാമിലിൻ്റെ ഹൗസും വന്നിങ്ങനെ എന്തൊക്കെ എങ്ങനെ എടുക്കലെന്ന് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ ഇത്ര ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോ ഇടാം വേറെ ഇതിനൊക്കെ പറ്റിയിട്ട്. നമുക്ക് എങ്ങനെ ഷിൻചാനിൻ്റെ എടുക്കൽ സ്ക്രിപ്റ്റിന് ഷിൻചാനിൻ്റെ എങ്ങനെ എടുക്കലെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഫോണിൽ ആ ഒരു ഗെയിമിൻ്റെ ഫോണിൽ കാണിച്ചുതരാം. ഈ ഫോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. RGS എടുക്കുകയാണെങ്കിൽ അവിടെ GTA 5 സിറ്റി, GLB ട്രക്ക്, GLB ഷിൻചാൻ, GLB ഇതിൽ GTA 5 സിറ്റി നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിലാണ് നിങ്ങൾക്ക് ലിങ്കൊക്കെ തരാം. നിങ്ങൾ പറയണ ഏതാണോ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരുന്നത്. കാര്യം പിന്നെ ഈ ട്രക്ക് നമ്മളെ ഗെയിമിലില്ലാതെ നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ടായി ഇങ്ങനെ ഇതിലൂടെ മാത്രം എടുക്കാനുള്ള ട്രക്കൊക്കെ. ഇനി അതല്ലാതെ വേറെ ട്രക്ക് നമ്മൾ നേരത്തെ കിട്ടുന്നത് അതൊക്കെ തന്നിട്ടു. പിന്നെ ഷിൻചാനിന് വേണ്ടി നമുക്ക് എത്രണ്ണം ഫോൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഷിൻചാൻ ആൻഡീസിന് ഇഷ്ടംപോലെ ഫോൺ ചെയ്യാൻ പറ്റും. നിക്കട് പിടിച്ചാൽ മതി, ഇഷ്ടം പോലെ ഫോണാവും. കണ്ടില്ലേ അവിടെ സൈഡിൽ ഫുള്ളും RGS മെനുവാണ് കാണിക്കുന്നത്. ഓക്കെ മനസ്സിലാക്കി കണ്ടില്ലേ എത്ര ഷിൻചാൻ നമ്മൾ ഇവിടെ പോണ്. അവിടെ നമ്മളെ വൈകാതെ വരും വരെ കണ്ടുകൊണ്ട് പോകണം. മണ്ണിൻ്റെ പിന്നാലെ ഉണ്ടാവും വരെ അത്രയ്ക്ക് ഫാസ്റ്റ് രീതിയിൽ നമ്മൾ വൈകാറുണ്ട്. കണ്ടില്ല പറ്റില്ല അങ്ങനെ വണ്ടിയോണ്ടും ഷിൻചാനെ എടുക്കുക. അതുകൊണ്ട് രണ്ടെണ്ണം മുന്നിൽ രണ്ടാളി എടുത്തത് വണ്ടിയിൽ ബൈക്ക് വരുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോയാലും പോകാൻ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല സ്പീഡിലായിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അതാ ഇവിടെ വരെ വന്നു. പക്ഷെ നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെ കിട്ടൂല. എന്നതേ ഇത്ര ഉള്ളൂ.